വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാഷ്ട്രങ്ങൾക്ക് ഏർപ്പെടുത്തിയ താരിഫ് റദ്ദാക്കിയിരിക്കുകയാണ് അമേരിക്കൻ സുപ്രീം കോടതി. ട്രംപിന് സുപ്രീം കോടതിയിൽ വൻ തിരിച്ചടിയേറ്റിരിക്കുന്നു താരിഫ് നയത്തിന്റെ കാര്യത്തിൽ എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ട്രംപിന് വൻ തിരിച്ചടിയേറ്റിരിക്കുന്നു സുപ്രീം കോടതിയിൽ. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഈ താരിഫ് നയത്തിൽ ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കീഴ്ക്കോടതികളിലെല്ലാം ട്രംപിന് തിരിച്ചടി നേരിട്ടിരുന്നു. അവിടെ നിന്ന് ഇത് അനുവദിച്ച് കിട്ടാൻ സുപ്രീം കോടതിയിലെത്തുകയായിരുന്നു ട്രംപ്. അവിടെയും ട്രംപിന് വലിയ തിരിച്ചടി ഇപ്പോൾ നേരിട്ടിരിക്കുകയാണ്. ട്രംപ് ഉന്നയിച്ച കാര്യങ്ങൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള നയങ്ങളാണ് താൻ ചെയ്യുന്നത് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അമേരിക്കയുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങളാണ് എന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ആ വാദങ്ങളെല്ലാം അമേരിക്കൻ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. താരിഫ് യുദ്ധത്തിൽ ട്രംപിന് വലിയ തിരിച്ചടി അമേരിക്കൻ സുപ്രീം കോടതിയിൽ നേരിട്ടിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ വൻ നികുതി അത് റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. തീരുവകൾ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് വരുമ്പോൾ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് വലിയ സമാധാനം നൽകുന്ന ഒരു തീരുമാനം എന്നതുകൂടി പറയാം. വലിയ രീതിയിൽ മറ്റ് രാഷ്ട്രങ്ങൾക്കെല്ലാം നികുതി ഉയർത്തുന്ന ഒരു സമീപനമാണ് ട്രംപ് സ്വീകരിച്ചിരുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ട്രംപ് ഈ നികുതി ഉയർത്തുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്നത് പറഞ്ഞു. ഈ നികുതി വർധനവിലൂടെ നേടാൻ കഴിഞ്ഞ അധിക വരുമാനം എന്താണ് എന്നത് കോടതിയിൽ ധരിപ്പിക്കാനും അതിന് അംഗീകാരം നേടാനും ട്രംപ് ശ്രമിച്ചു വരികയായിരുന്നു. പക്ഷേ കീഴ്ക്കോടതികളിലേതുപോലെ തന്നെ ആ വാദങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. തീരുവകൾ റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വാർത്ത കൂടിയാണ്. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? രേണുക, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വലിയ തിരിച്ചടി എന്നാണ് കരുതേണ്ടത്. ഫെഡറൽ കോർട്ടിൻ്റെ 6 ജഡ്ജിമാരാണ് ഇത്തരത്തിൽ ട്രംപിൻ്റെ നടപടി അധികാര ദുർവിനിയോഗമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. 9 ജഡ്ജിമാരാണ് കേസ് പരിഗണിച്ചത്. അതിൽ 6 ജഡ്ജിമാർ കീഴ്ക്കോടതിയുടെ വിധി അതേപോലെ ശരിവെക്കുകയായിരുന്നു. 1970 നിയമം അനുസരിച്ച് ട്രംപ് ഉപയോഗിച്ചിട്ടുള്ള ഈ അടിയന്തരാവസ്ഥ എന്ന രീതിയും ഈ അധിക തീരുവകളും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഈ അടിയന്തര സാഹചര്യങ്ങളിൽ എടുക്കാൻ പ്രസിഡന്റ് നൽകുന്ന ചില അധികാരങ്ങളിൽ തീരുവ ഉൾപ്പെടുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. അങ്ങനെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, റിപ്പബ്ലിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത ഒരു തിരിച്ചടിയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇത് എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് അനുസരിച്ചാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്. പക്ഷേ അതിന് ഉള്ള അംഗീകാരം അതിനുള്ള അധികാരം ട്രംപിന് ഇത് ഇല്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ നന്മയ്ക്കെന്ന് പറഞ്ഞ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവ അത് നിലനിൽക്കുന്നതല്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. തീരുവ കാണിച്ച് താൻ ഇന്ത്യയെയും പാകിസ്ഥാനെയും ഭയപ്പെടുത്തി എന്നതാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലും ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് താൻ ആ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് ട്രംപ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞത് 200% നികുതി എന്ന ഭീഷണി താൻ മുഴക്കി. അതാണ് ഇന്ത്യയും പാകിസ്ഥാനെയും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത് എന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തെറ്റായ അവകാശവാദങ്ങൾക്ക് പോലും തീരുവ ഭീഷണിയാണ് ട്രംപ് ആവർത്തിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ട്രംപ് കഴിഞ്ഞ ദിവസം രാത്രി പോലും ആ തീരുവ ഭീഷണിയുടെ കാര്യം ഉയർത്തിക്കാട്ടിയതാണ്. അങ്ങനെ രാഷ്ട്രങ്ങളെ നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്ന ട്രംപിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സ്വന്തം നാട്ടിൽ നിന്നേറ്റിരിക്കുന്നത്. സ്വന്തം നാട്ടിലെ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ഈ ന്യായവാദങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.
അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്നും അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് താൻ ചെയ്യുന്നതെന്നും ട്രംപ് ആവർത്തിച്ച് ഈ കോടതികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അങ്ങനെയുള്ള വാദങ്ങളാണ് ട്രംപിന്റെ അഭിഭാഷകർ കോടതികളിൽ നടത്തിയത്. എല്ലാ കോടതികളും ട്രംപിനെ, ഇതുവരെയുള്ള കീഴ്ക്കോടതികളെല്ലാം തന്നെ ട്രംപിന്റെ ഈ ന്യായീകരണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു തിരിച്ചടി ട്രംപ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ. ട്രംപ് തന്നെ സ്വയം ഈ തീരുവയിൽ കുറച്ച് പിന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും വേണമെങ്കിൽ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് അവരുടെ ഭരണഘടന നൽകുന്ന ചില പ്രത്യേക അവകാശങ്ങളുണ്ട് എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. മനു, ട്രംപിന് വേണമെങ്കിൽ ഈ തീരുവ തന്നെ ചുമത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും സാധ്യതകളും അമേരിക്കയുടെ ഭരണഘടന നൽകുന്നുണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യവും സാധ്യതയും ഒക്കെ ട്രംപിനെ സംബന്ധിച്ച് ഉണ്ട്. അത് ട്രംപ് എന്ന വ്യക്തിയെ സംബന്ധിച്ച് മുൻപിൻ നോക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. വേണമെങ്കിൽ കോടതി ഉത്തരവ് മറികടക്കാനുള്ള അവസാന ശ്രമങ്ങൾ വരെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷേ എല്ലാ കോടതികളിലും ട്രംപിനേറ്റിരിക്കുന്ന ഈ തിരിച്ചടി എന്ന് പറയുന്നത് അതൊരു പാഠമായി മാറാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ടോ? സ്വാഭാവികമായും ഇത് മറികടക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ വിധിന്യായത്തിൽ പ്രധാനമായും ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ട്രംപ് തൻ്റെ അധികാര പരിധി കടന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഇത്തരം ഒരു തീരുവ നയത്തിലൂടെ എടുത്തിരിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഏതായാലും ട്രംപിനെ അനുകൂലിച്ച് 9 അംഗ ബെഞ്ചിൽ 3 പേർ ട്രംപിനെ അനുകൂലിച്ച് വന്നിട്ടുണ്ട്. അത് ജസ്റ്റിസ് ക്ലാരൻസ് തോമസും സാമുവൽ അലിറ്റോയും അതുപോലെ ബ്രെറ്റ് കുവൻഗാങ്ങും ട്രംപിനെ അനുകൂലിച്ച് ട്രംപിൻ്റെ നിലപാടാണ് ശരിയെന്ന് വ്യക്തമാക്കി വന്നിട്ടുണ്ട്. പക്ഷേ 6 ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 6 ജഡ്ജിമാരാണ് ട്രംപിൻ്റെ നടപടി അംഗീകരിക്കാൻ കഴിയില്ല, ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് അനുസരിച്ച് അംഗീകരിക്കാൻ കഴിയില്ല, അതിന് ഒരു കാര്യമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് വ്യക്തമാക്കുന്ന ഈ റെസിപ്രോക്കൽ താരിഫ് എന്ന, അതായത് ഈ പകരച്ചുങ്കം എന്ന ട്രംപിൻ്റെ നയം അത് ദൂരവ്യാപകമായ ഒരു സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്ന് കോടതി വ്യക്തമാക്കുന്നു. മാത്രമല്ല ഇത് ട്രംപിന് അനുവദിച്ചിട്ടുള്ള അധികാര IEEPA നിയമം അനുസരിച്ച് ട്രംപിന് അനുവദിച്ചിട്ടുള്ള അധികാര പരിധികൾ കടക്കുന്നതാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഏതായാലും അതിൽ ഒരു കാര്യം പറയുന്നത്, IEEPA ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ താരിഫ് എന്നാണ് കോടതി എടുത്തു പറയുന്നത്. IEEPA നിയമം, അതായത് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട്, ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ എടുക്കാൻ അനുവദിക്കുന്ന ചില നടപടികളിൽ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ താരിഫ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. താരിഫ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ അത് പ്രസിഡന്റിന് ഇത് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം മാത്രമാണ് നൽകുന്നത്. അത് ഫോറിൻ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസും അതുപോലെ നാഷണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നാഷണൽ എമർജൻസിയും അസാധാരണമായ സാഹചര്യങ്ങളിലാണ് വിനിയോഗിക്കേണ്ടത് എന്ന കാര്യം കൂടി കോടതി പറയുന്നു. ഏതായാലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത് പ്രസിഡന്റിന് ഇത്തരം ഒരു അധികാര പരിധിയുണ്ട് എന്ന് ദീർഘനേരം വാദിക്കുകയും ചെയ്തിരുന്നു. അത് ഇത്തരത്തിൽ ഒരു പ്രസിഡന്റിനെ അത് ചുമതലപ്പെടുത്തുന്ന ഒരു അധികാരം ഈ ആക്ടിൻ്റെ ഭാഗമായി കിട്ടുന്നു എന്ന് പറയുമ്പോഴും അതിനെ ഫെഡറൽ ട്രേഡ് കോർട്ട് അംഗീകരിച്ചിട്ടില്ല. ഈ ഫെഡറൽ അപ്പീൽസ് കോർട്ടും 2 കോടതികളും ട്രംപിൻ്റെ ഈ നീക്കം നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് അമേരിക്കയിലെ സുപ്രീം കോർട്ട് ഈ കേസ് എടുത്തത്. ഈ ഫെഡറൽ ട്രേഡ് കോർട്ടിൻ്റെയും ഫെഡറൽ അപ്പീൽ കോർട്ടിൻ്റെയും ഒക്കെ നടപടികൾ ശരിവെച്ചുകൊണ്ടാണ് ഈ ഏകപക്ഷീയമായ തീരുവ പ്രഖ്യാപനം പൂർണ്ണമായും നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും അമേരിക്കയുടെ ഒരു വലിയ നികുതി വരുമാനം വരുന്നത് ഈ IEEPA ഡ്യൂട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമായിരുന്നു. അത് ട്രംപ് അതൊരു നേട്ടമായി ഉയർത്തിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇത്
ഒരു വൈറ്റ് ഹൗസിൻ്റെ ഒരു ലിബറേഷൻ ആണ് എന്ന തരത്തിലൊക്കെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു. ഏതായാലും വിപണികളിൽ ഇതിൻ്റെ ഒരു ആഘാതം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര വിപണികളിൽ ഈ വിധി വന്നതോടുകൂടി നേരിയ തോതിലുള്ള ആഘാതങ്ങൾ വരുന്നു. ഇത്തരം പെട്ടെന്ന് ഈ ട്രാഫിക് അല്ലെങ്കിൽ ഈ താരിഫ് പെട്ടെന്ന് നിർത്തിവെച്ചത് ഈ തീർച്ചയായും ട്രേഡിനെ ഒക്കെ ബാധിക്കും. ഏത് തരത്തിൽ ബാധിക്കുമെന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. അതേസമയം ഇന്ത്യൻ വിപണിക്ക് ഇത് കൂടുതൽ ഉണർവാകുമോ നൽകുക എന്നതും നമ്മൾ കാത്തിരുന്ന് കാണണം. നമ്മളെ കഴിഞ്ഞ കുറേ നാളായി സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചിരുന്നതാണ് ഈ തീരുമാനം. ഇപ്പോൾ ശ്രീ സജിമോൻ ആന്റണി കൂടി അമേരിക്കയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ഇത് പ്രതീക്ഷിച്ചിരുന്നതാണോ? ട്രംപിന് കീഴ്ക്കോടതികളിലെല്ലാം തിരിച്ചടി നേരിട്ടിരുന്നു. ഇങ്ങനെ ഒരു നിലപാടിലേക്ക് സുപ്രീം കോടതി എത്താനുള്ള സാധ്യതകൾ നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ്. ട്രംപിന്റെ പ്രതികരണത്തിനായി എല്ലാവരും കാക്കുകയാണ്. എന്തായിരിക്കും ട്രംപിന്റെ ആദ്യ പ്രതികരണമെന്ന്? രേണുക, ഇത് അമേരിക്കയിൽ ഡെമോക്രസി വർക്ക് ചെയ്യുന്നു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ബേസിക്കലി പറയുവാണെങ്കിൽ ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ വിൻ ഫോർ അമേരിക്കൻ പീപ്പിൾ. ആൻഡ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു സ്ലാപ്പ് കൂടാണ്. കാരണം നമ്മൾ ഈ പല തവണ ഈ ചാനലിൽ പല ചാനലുകളിൽ നമ്മൾ ഈ ടാരിഫ് വിഷയം സംസാരിക്കുകയുണ്ടായി. എപ്പോഴും അവിടെ അടിവരയിട്ട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ടാരിഫ് ഈസ് ടാക്സ്. അമേരിക്കൻ ജനത അതിനെ ടാരിഫിനെ ടാക്സ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ 70% അമേരിക്കൻ ജനത ഇതിന് എതിരായിരുന്നു. എന്നാൽ ട്രംപ് വളരെ എംഫാറ്റിക്കലി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഐ ലവ് ടാരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 10% ഒരു സമയത്ത്, അത് പിന്നെ 25%, പിന്നെ 100, പിന്നെ 150. അതിനെ ചലഞ്ച് ചെയ്തു. ലോവർ കോർട്ടിൽ ഫെയിലിയർ വന്നു. അതിനെ പിന്നെ അപ്പീൽ കോർട്ടിൽ പോയി പിന്നെയും ചലഞ്ച് ചെയ്തു. അവിടുന്ന് പോയി പിന്നെ ഇപ്പൊ സുപ്രീം കോടതിയിൽ വന്നു. അപ്പോൾ എല്ലാവരും അതായത് അമേരിക്കൻ ജനത മാത്രമല്ല, ലോകമാകമാനം ഉറ്റുനോക്കിയിരുന്ന ഒരു വളരെ സ്ട്രോങ് വളരെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു എന്തായിരിക്കും അമേരിക്കൻ സുപ്രീം കോടതിയുടെ തീരുമാനം എന്നുള്ളത്. അത് ഇപ്പോൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിന് മുമ്പ് തന്നെ 6-3, അതായത് 9 പേരാണുള്ളത് അമേരിക്കൻ സുപ്രീം കോടതിയിൽ. 6-3 ഒരു നല്ലൊരു മജോറിറ്റിയിൽ തന്നെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതേതായാലും ട്രംപ് അഡ്മിനിസ്ട്രേഷന് വളരെയധികം നാണക്കേട് ഉണ്ടാക്കുന്ന സബ്ജക്റ്റ് ആണ്. രണ്ട് രീതിയിൽ. ഒന്ന്, ഈ ഒരു ഇക്കണോമിക്കൽ ഫെയിലിയർ മാത്രമായിരിക്കത്തില്ല, അതോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ ഫെയിലിയറും കൂടി ആയിരിക്കും. കാരണം അമേരിക്കയുടെ സഖ്യകക്ഷികളെ എല്ലാവരെയും വെറുപ്പിച്ച ഒരു തീരുമാനമായിരുന്നു ഈ ടാരിഫ് റിലേറ്റഡ് കോൺട്രവേഴ്സി, ഇൻക്ലൂഡിംഗ് കാനഡ, യൂറോപ്യൻ യൂണിയൻ, ഇൻക്ലൂഡിംഗ് നമ്മുടെ ഇന്ത്യ ആണെങ്കിലും. അങ്ങനെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന അല്ലെങ്കിൽ ചങ്ങാത്തമായിട്ട് നിന്നിരുന്ന എല്ലാ രാജ്യങ്ങളെയും ഒരേപോലെ വെറുപ്പിച്ച ഒരേ ഒരു പോളിസി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടാരിഫ് വിഷയമായിരുന്നു. അപ്പൊ അതിലാണ് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എനിക്കറിയാൻ പറ്റില്ല, അമേരിക്കൻ കോൺഗ്രസിനെ നിഴൽ നിർത്തിക്കൊണ്ടാണ്, അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് ട്രംപ് ഈ നീക്കങ്ങൾ ഒക്കെയും നടത്തിയിരുന്നത്. അപ്പോൾ ആ വിധത്തിൽ കൂടി ട്രംപ് നേരിടുന്ന വലിയ ഒരു തിരിച്ചടിയായി തന്നെ നമ്മൾ ഇതിനെ കാണണമോ? രാഷ്ട്രീയമായി അത്ര വലിയ ആഘാതം ഏൽപ്പിക്കുന്ന ഒരു തീരുമാനം എന്ന് തന്നെ നമ്മൾ കാണണമോ? രേണുക, തീർച്ചയായിട്ടും. കാരണം അമേരിക്ക എന്ന് പറയുന്നത് ഇവിടുത്തെ ജനത തെരഞ്ഞെടുത്തത് ഒരു രാജാവിനെ അല്ല, ഒരു പ്രസിഡന്റിനെയാണ് തെരഞ്ഞെടുത്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളും അല്ലെങ്കിൽ പല തീരുമാനങ്ങളും ഒരു രാജാവ് രീതിയിലുള്ള ഒരു സ്റ്റൈലിലേക്ക് പോയിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പൊ അതിന് എതിരായുള്ള ഒരു ചുട്ട മറുപടിയാണ് ഇത്. കാരണം ഈ ടാരിഫ് പോലുള്ള സങ്കീർണമായ വിഷയങ്ങൾ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പരിധിയിൽ വരുന്നതല്ല എന്നാണ് സുപ്രീം കോടതി സൂപ്പർ മജോറിറ്റിയിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ ഇങ്ങനെയുള്ള ഒരു പോളിസികൾ പാസ്സാക്കണമെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസും സെനറ്റും മജോറിറ്റിയിലാണ് തീരുമാനിക്കേണ്ടത്. അതിനുശേഷമാണ് പ്രസിഡന്റിനുള്ള റൈറ്റ് വരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ട്രംപ് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ, ടാരിഫ് വിഷയങ്ങളിൽ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് അല്ലെ ഒരു നിമിഷം കൊണ്ട് തന്നെ അങ്ങനെയുള്ള ടാരിഫും മറ്റു പോളിസികളും ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും പോളിസിയും ലീഗാലിറ്റിയും ഉണ്ട് എന്നായിരുന്നു അദ്ദേഹം ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. അതിനാണ് സുപ്രീം കോടതി ഇന്ന് കത്തിവെച്ചിരിക്കുന്നത്. ഏതായാലും ഞാനിതിനെ കാണുന്നത് ഈ കീഴ്ക്കോടതികളിലെല്ലാം ട്രംപിന് തിരിച്ചടി നേരിട്ടിരുന്നു. അതിനെ ഓരോ മേൽക്കോടതിയിൽ എത്തുമ്പോഴും മറികടക്കാം എന്ന വലിയ ആത്മവിശ്വാസമായി ട്രംപിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഇത് ഈ താരിഫ് ഏർപ്പെടുത്താനുള്ള തന്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, അത് ഇല്ലാതാക്കുകയാണ് എങ്കിൽ അത് വലിയ കറ്റാസ്ട്രോഫിക് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നത് അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് സാമ്പത്തികമായും വലിയ രീതിയിലുള്ള ഡിസാസ്റ്റർ ഉണ്ടാക്കും എന്നതായിരുന്നു ട്രംപ് ഈ കോടതികളിലെല്ലാം വാദിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം അമേരിക്കയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞു. ആ ഒരു വാദങ്ങളും കോടതി മുഖവിലക്കെടുത്തില്ലേ ഇപ്പോൾ?
തീർച്ചയായും ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏകദേശം 170-177 പേജുകളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ എനിക്ക് പറയാൻ പറ്റുന്ന 3 പോയിന്റുകളുണ്ട്. ഒന്ന്, ഒരു പൊളിറ്റിക്കൽ റിപ്രിക്കേഷൻ ആണ്. ആ പൊളിറ്റിക്കൽ റിപ്രിക്കേഷൻ ഇവിടെ ലോക്കൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തേത് ഒരു ഇക്കണോമിക്കൽ റിപ്രിക്കേഷൻ ആണ്. കാരണം അത് ലോക്കലി മാത്രമല്ല, അതും ഇന്റർനാഷണലി ലിങ്ക്ഡ് ആണ് എന്നുള്ളത്. കാരണം വലിയൊരു ക്വസ്റ്റ്യനെ കോടതി ഇന്ന് ആൻസർ പറയാതിരുന്നത്, അതായത് ഏകദേശം 150 ബില്യൺ അതോ 200 ബില്യണോളം ഈ ടാരിഫ് റവന്യൂ ആയിട്ട് ട്രഷറിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ തീരുമാനം വന്നതോടുകൂടി ഇതിനെ എങ്ങനെ റീഇംബേഴ്സ്മെന്റ് ചെയ്യും എന്ന് തൊട്ടാണ് ഇമ്പാക്ട് ആകുന്നത്. എപ്പം അതിന്റെ കാലാവധി തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ തീരുമാനത്തെ എതിർത്ത് ഡിസെന്റ് ചെയ്ത 3 ജഡ്ജിമാരും, അതായത് ജസ്റ്റിസ് കാവനോയും ജസ്റ്റിസ് തോമസും, എക്സ്പെഷ്യലി ജസ്റ്റിസ് കാവനോസിന്റെ വാദത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്ന വാദം എന്തായിരുന്നു, ഇത് വളരെയധികം സങ്കീർണമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പ്രോബ്ലം സോൾവ് ചെയ്യുകയല്ല, റാദർ കോംപ്ലിക്കേറ്റഡ് ആക്കുകയായിരിക്കും. അതുകൊണ്ട് ഇതിന് അനുകൂലമായിട്ട്, അത് ട്രംപിന് അനുകൂലമായിട്ട് വിധിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ മജോറിറ്റി ആ ഒരു തീരുമാനത്തെ എതിർക്കുകയും പാസ്സാക്കുകയാണ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും എല്ലാത്തിനും ആൻസർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള, അതായത് റീഇംബേഴ്സ്മെന്റ് മറ്റു കാര്യങ്ങളുള്ള കാര്യങ്ങൾ ഇന്ന് ലോവർ കോർട്ടിൽ പോയി റീചാലഞ്ച് ചെയ്യുമായിരിക്കാം. അതിനുശേഷമായിരിക്കാം ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് വരുന്നത്. ഇതുവരെ വന്ന ടാരിഫിന്റെ റവന്യൂസിനുള്ള വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് റീഇംബേഴ്സ്മെന്റ് കൊടുക്കേണ്ടത്, അതിന് സമയപരിധി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്ക് ക്ലാരിറ്റി വരേണ്ടിയിരിക്കുന്നു. എന്നാൽ ആസ് ഓഫ് നൗ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻസർ ആയിരുന്നു എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. ട്രംപിന് ഇങ്ങനെ ഒരു ടാരിഫ് ഏകപക്ഷീയമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു ടാരിഫ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള, ഇങ്ങനെ ഒരു പോളിസി ബിൽഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ആൻസർ ആണ് നമുക്ക് ക്ലാരിഫൈ ആയത്. അങ്ങനെ ഒരു ആൻസർ അങ്ങനെ അതിന് ഉത്തരമാണ് പറയുന്നത്, ട്രംപിന് ആസ് അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ ഒരു റൈറ്റ് ഇല്ല. അത് അമേരിക്കൻ കോൺഗ്രസിന്റെയും സെനറ്റിന്റെയും കൂടെയും അധികാര പരിധിയിലാണ് വരുന്നത്. ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പൊ ഫോറിൻ പോളിസിയിൽ ഇപ്പോൾ ഒരു രാജ്യത്തെ ആക്രമിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ മിലിറ്ററിയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും പലപ്പോഴും ചലഞ്ചസ് വന്നിട്ടുണ്ട്. അമേരിക്കയിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ചില പോളിസികൾ നമുക്ക് ഒരു കിങ് അല്ല, ഒരു രാജാവല്ല അമേരിക്കയിലുള്ളത്, ഇവിടെ ഒരു പ്രസിഡന്റ് ആണ് ഉള്ളത്. അപ്പൊ ആ പ്രസിഡന്റിനുള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ആ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ആൾക്കാർ, മഹത് വ്യക്തികൾ ഇങ്ങനെയുള്ള ലെയറുകൾ ആഡ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇമ്പോർട്ടൻസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, സെനറ്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുന്നത്, പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് അമേരിക്കൻ ജനതയുടെ ഒരു വിജയമാണ്, പ്രസിഡന്റ് ട്രംപിന്റെ ഒരു പരാജയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായും ട്രംപിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതിയിൽ നേരിട്ടിരിക്കുന്നത്. ട്രംപിന്റെ തീരുവ നയം റദ്ദാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. തീരുവ നടപടികൾ നിയമാനുസൃതമല്ല എന്നതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 9 അംഗ ബെഞ്ച്, അതിൽ 6 പേര് ട്രംപിനെതിരായ വിധി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലായിരിക്കുന്നത്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് ഇതുണ്ടാക്കുന്നത്. ഒപ്പം തന്നെ ഇനി അദ്ദേഹത്തിന്റെ മൂവ് എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ കണ്ണു നട്ടിരിക്കുന്നു ലോകം എന്ന് തന്നെ പറയാം. ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് എന്നറിയാൻ വൈറ്റ് ഹൗസിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ലോകം. ട്രംപ് ഇതിനെ മറികടക്കാൻ ഇനി എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുമോ അതോ ഇതിന് വിധേയമാകുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ്, നടപടിയാണ് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ വലിയ രീതിയിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി കരാറിൽ ഏർപ്പെടേണ്ടി വരുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ട്രംപ് നടത്തിയിട്ടുള്ള ഈ താരിഫ് യുദ്ധം മൂലം ഇപ്പോൾ വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് ട്രംപിനുണ്ടാക്കുന്ന ആഘാതം എത്രമാത്രം വലുതായിരിക്കും? ജുഡീഷ്യൽ റിവ്യൂ നിലവിലുള്ള രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതായത് എക്സിക്യൂട്ടീവിന്റെയോ ലെജിസ്ലേച്ചറിന്റെയോ പരിധി ലംഘിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ നിയമാനുസൃതമായ ഭരണഘടനാപരമായ പരിധി ലംഘിക്കപ്പെട്ടാൽ കോടതിക്ക് ഇടപെടാൻ അവകാശം നൽകുന്ന ജുഡീഷ്യൽ റിവ്യൂ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കേസുകളിലൂടെ അന്തിമ വിധി കൽപ്പിക്കാൻ പ്രസിഡന്റ് ഓഫ് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കൃത്യമായ സിസ്റ്റം റീസെറ്റ് ചെയ്യാനുള്ള അവകാശം, അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ടാണ് ബില്ലും ബ്രേക്കുമില്ലാതെ മുന്നോട്ട് പോയ ട്രംപിന്റെ ടാരിഫ് നയം തന്നെ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അതായത് റെസിപ്രോക്കൽ ടാരിഫ്, പകരത്തിന് പകരം തീരുവ എന്നത് ട്രംപ് ഒരു ആയുധമായി, ഒരു ഇക്കണോമിക് ഇൻസ്ട്രുമെന്റായി
മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നോക്കൂ, ലിബറേഷൻ ഡേ സ്പീച്ച് അധികാരം ഏറ്റെടുത്തതിന് ശേഷം വലിയൊരു ചാർട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓരോ രാജ്യത്തിനും താൻ ഇട്ടിരിക്കുന്ന വില ഇതാണ്, താൻ ചുമത്താൻ പോകുന്ന നികുതി ഇതാണ്, ടാരിഫ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യുകയാണ്. അപ്പൊ തന്നെ അന്ന് തന്നെ യഥാർത്ഥത്തിൽ റൈറ്റിംഗ് ഓൺ ദ വാൾ വാസ് വെരി ക്ലിയർ. കാലത്തിന്റെ ചുവരെടുത്ത് വളരെ വ്യക്തമായിരുന്നു. കാരണം ഇത് ജുഡീഷ്യൽ റിവ്യൂവിലേക്ക് പോകും, അല്ല എങ്കിൽ കോടതിയുടെ പുനഃപരിശോധനയിലേക്ക് പോകും. അതുമായി ബന്ധപ്പെട്ട ഇത് പ്രസിഡൻഷ്യൽ നയം അപ്ഹോൾഡ് ചെയ്യപ്പെടില്ല എന്ന സൂചന അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപ് ഇതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ശക്തമായി ഫെന്റനൽ ടാക്സ് 25%, മെക്സിക്കോയ്ക്കെതിരെ 25%, കാനഡയ്ക്കെതിരെ, ചൈനയ്ക്കെതിരെ 25%, അങ്ങനെ പോയി. ചൈനയ്ക്കെതിരെ പിന്നീട് ഏതാണ്ട് 250% വരെ ടാരിഫ് അടിച്ചു കൊടുത്ത് പിന്നീട് അത് റെഗുലറൈസ് ചെയ്ത് റാഷണലൈസ് ചെയ്ത് കുറച്ചുകൂടെ കട്ട് ചെയ്ത് 36% കൊണ്ടുവന്നു. അങ്ങനെ തോന്നുന്നപടി ഒരു ദിവസം തിങ്കളാഴ്ച ടാരിഫ് അടിച്ചു കൊടുക്കുന്നു, ചൊവ്വാഴ്ച അത് കുറയ്ക്കുന്നു, ബുധനാഴ്ച വീണ്ടും ഇരട്ടി ടാരിഫ് അടിച്ചു കൊടുക്കുന്നു, ഇത് കുറയ്ക്കുന്നു. ഇങ്ങനെ റോളർ കോസ്റ്റർ റൈഡ് പോലെ പോകുമ്പോൾ യാതൊരു രീതിയിലും ഒരു സിസ്റ്റത്തിന് സസ്റ്റൈനബിളായി മുന്നോട്ട് പോകാനാവാത്തൊരു അന്തരീക്ഷം വരുന്നു. അവിടെയാണ് സ്റ്റെബിലിറ്റി, മാർക്കറ്റുകൾ സ്റ്റെബിലിറ്റി, അൺപ്രഡിക്റ്റബിലിറ്റി, ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ഇക്കോണമിയെ വല്ലാതെ കാർന്നു തിന്നുന്ന ഒന്നാണ്. ഇതിനെ സിസ്റ്റത്തെ ബാക്ക് ഓൺ ട്രാക്ക് ആക്കിയെടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിയും എന്നതിന്റെ ഏർലി സൂചനയാണ്. അതുകൊണ്ടാണ് ട്രംപ് അടിച്ച പിഴ ടാരിഫ് മാത്രമല്ല അടിക്കടി വരുത്തുന്ന ടാരിഫ് മാറ്റങ്ങൾ. ഇതിലൂടെ ട്രംപ് ഉദ്ദേശിച്ചത് മറ്റു രാജ്യങ്ങളെ, അതായത് തങ്ങൾ ട്രേഡിൽ ഏർപ്പെടുന്ന മറ്റു രാജ്യങ്ങളെ പരമാവധി സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് അനുകൂലമായ ഒന്നൊന്നായി ഈ കരാറുകളിൽ ഏർപ്പെടാം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടാമെന്ന പ്രതീക്ഷയാണ്. അത് ഏതാണ്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്ത്, ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് അടുത്ത 2027 ജനുവരിയോടുകൂടി അന്തിമ കരാറിൽ സാധ്യമാകും എന്ന രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോവുകയാണ്. അതിന് മുമ്പിലുള്ള ഇന്ത്യയിലും കരാർ തന്നെ ഉടനെ 2 മാസത്തിനുള്ളിൽ തന്നെ സാധ്യമാകും. പക്ഷെ ഇനി അതിന്റെ വ്യവസ്ഥകളിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ഇപ്പോൾ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ട്രംപിന്റെ ഇങ്ങനെയൊരു തിരിച്ചടി, ട്രംപിന്റെ സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടി എങ്ങനെയാണ് ഫർദർ നെഗോസിയേഷൻസിനെ ബാധിക്കുക? ഇതിൽ നിന്നും സ്കെയിൽ ഡൗൺ ചെയ്യാൻ തയ്യാറാകുമോ, അതോ റൈറ്റ് ഫ്രം ദ സ്ക്രാച്ച് ഒരിക്കൽ കൂടി നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരുമോ? ഇത് വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ വലിയ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ. കാരണം ഇറാൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല, അവിടെ നാണം കെട്ട് നിൽക്കുകയാണ്. അതുപോലെ ഇവിടെ മധ്യേഷ്യയിൽ, പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധസന്നാഹങ്ങളുമായി പോകുന്നു. ട്രംപിന്റെ തന്നെ പ്രഖ്യാപിത നയമായ മറ്റു രാജ്യങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന നയത്തിന് വിരുദ്ധമായി അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ അയച്ചുകൊണ്ട് ഗൺ പോയിന്റിൽ നിന്നുകൊണ്ട് ഇറാനുമായി വിലപേശുകയാണ്. ഇതെല്ലാം ഒരു വശത്ത്. ഇതിനൊക്കെയുള്ള അംഗീകാരം അമേരിക്കൻ ജനത എത്രത്തോളം കൊടുക്കുമെന്ന സംശയമാണ്. കാരണം കഴിഞ്ഞ ഒരൊറ്റ നിമിഷം ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ സജിമോൻ ആന്റണി, ഇപ്പോൾ BBC-യിൽ വരുന്ന ഒരു വാർത്തയാണ്, ദ റൂളിംഗ് അപ്ലൈസ് ടു ഹിസ് സോ കോൾഡ് ലിബറേഷൻ ഡേ താരിഫ്സ് but not individual tariff. He is imposed on specific countries or products എന്ന ഒരു ഹെഡ്ലൈൻ ഞാനിപ്പോൾ BBC-യിൽ കാണുകയാണ്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? രേണുക, എനിക്കൊരു ബ്രേക്കിംഗ് കൂടെ. ട്രംപിന്റെ ആദ്യത്തെ റെസ്പോൺസ് വന്നു, ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി കൈവക്കിയത്. ആക്ച്വലി ട്രംപിന്റെ ഫസ്റ്റ് റെസ്പോൺസ് അതാണ്, ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു റൂളിംഗിന് അഗെയിൻസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടാരിഫിന്റെ ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻസിലേക്ക് പറയുകയാണെങ്കിൽ അതിന്റെ സ്റ്റിൽ ഡീറ്റെയിൽസ് വരാനിരിക്കുന്നുള്ളൂ. ഈ 177 പേജുകളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കോത്രൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് എവിടെയാണോ ടാരിഫ് തുടങ്ങിയത് അവിടേക്ക് തിരിച്ചു പോകും. പക്ഷേ ഇത് റീനെഗോഷിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യക്ക് 18% അല്ലെ വേറൊരു രാജ്യത്തിന് 50% അല്ലെ 10% എന്നുള്ളതിനെ അല്ല ഈ ഒരു വേർഡിക്റ്റ് വന്നിരിക്കുന്നത്. വേർഡിക്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് ഭരണഘടനാപരമായിട്ട് ലീഗലാണോ എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ട്രംപിന് ആസ് എ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതിനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ ആണ് ഇത് പറയുന്നത്. ഇത് കോൺഗ്രസും സെനറ്റും ഇൻവോൾവ് ആകാതെ, അവരുടെ തീരുമാനം വരാതെ, അവിടെ അവതരിപ്പിക്കാതെ, അവിടെ മജോറിറ്റി കിട്ടാതെ ട്രംപിന് ഏകപക്ഷീയമായി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടിട്ട് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ടാക്സ് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ടാരിഫ് കൊണ്ടുപോകുന്ന ഇതിലേക്ക് അത് നിയമാനുസൃതമല്ല എന്നുള്ളതാണ് വെർഡിക്റ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇനി പുറകിലേക്ക് പോയിട്ട് ഈ പറഞ്ഞ ഇതിനു മുമ്പ് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ടാക്സ് ഒക്കെ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടാരിഫ് പറയുകയാണെങ്കിലും
2.8% ആയിരുന്നു. അപ്പോൾ ആ 2.8 പോകുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ഇനിയും സമയമെടുത്താൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഒരു പോസിബിലിറ്റി ഉള്ളത് ഈ റീഇംബേഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ലോവർ കോർട്ടിലേക്ക് സുപ്രീം കോടതി ഗൈഡ് ചെയ്യും റീലിറ്റിഗേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം അവിടെ നിന്ന് കേട്ടതിന് ശേഷം ഒബിയസ്ലി അത് അപ്പീൽ കോർട്ടിലേക്ക് പോകും. അപ്പീൽ കോർട്ടിൽ വന്നതിന് ശേഷം ഇതിന്റെ റീഇംബേഴ്സ്മെന്റും മറ്റു കാര്യങ്ങളിലേക്കും ഒരു ചലഞ്ചും ഒരു വെർഡിക്റ്റും കൂടെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലി സ്പീക്കിംഗ് ഇപ്പോൾ ഉള്ളത് അമേരിക്കൻ പ്രസിഡന്റ്, അത് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ജോ ബൈഡൻ ആണെങ്കിലും ആരാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ട് ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ടാരിഫ് പോലെയുള്ള കാര്യങ്ങൾക്ക് എടുക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഒരു ആൻസർ ആണ് നമുക്കിപ്പം ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എപ്പോഴും ടാരിഫ് എന്ന് പറയുമ്പോൾ ടാക്സ് എന്നാണ് എന്റെ വായിൽ വരുന്നത്. ആക്ച്വലി അത് അറിയാതെ വരുന്നതാണ് എങ്കിൽ പോലും അതാണ് ഫാക്ട്. അമേരിക്കയിൽ 100 രൂപ ഈ ഒരു ടാരിഫ് വഴി വരുന്നുണ്ടെങ്കിൽ അതിന്റെ 80%, അതായത് 80 രൂപ വരും, ഐ മീൻസ് 80% ഉപഭോക്താക്കളാണ്. അത് ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും ഏത് രാജ്യത്തിന്റെ കാര്യത്തിനാണെങ്കിലും ടാരിഫ് എന്ന് പറയുമ്പോൾ ടാക്സുമായിട്ട് അത്രമാത്രം കോറിലേഷൻ ഉണ്ട് എന്നുകൂടി ഞാൻ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ശ്രീ സജിമോൻ ആന്റണി, നോക്കൂ, ഇനി ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്ന സാഹചര്യമാണ്. ട്രംപിന്റെ ഈ ഭരണം രണ്ടാം തവണ ഭരണത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ നടപടിയായിരുന്നു മറ്റ് രാഷ്ട്രങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഈ താരിഫ്. ഇതിന്റെ നേട്ടം അമേരിക്കയ്ക്കാണ് ലഭിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അങ്ങോട്ടേക്കുള്ള എക്സ്പോർട്ട് കുറച്ചുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് കൂടുതൽ പണം നൽകി സാധനങ്ങൾ മേടിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ താരിഫ് നയത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. കീശയിൽ നിന്ന് പണം പോയത് അമേരിക്കൻ പൗരന്മാർക്കാണ് എന്നത് ഏറെക്കുറെ വ്യക്തമായതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വലിയ തിരിച്ചടി കോടതിയിൽ നിന്ന് ട്രംപിന് നേരിടുകയാണ്. ഏറ്റവും വലിയ തീരുമാനത്തിലേറ്റ ഈ തിരിച്ചടി എന്നത് ഇടക്കാല തെരഞ്ഞെടുപ്പിനെ ഏത് നിലയിൽ സ്വാധീനിക്കും? രേണുക, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫോണിൽ തപ്പിക്കൊണ്ടിരുന്നതാണ്. ക്യാമറയ്ക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഇത് എൻ്റെ ഒരു പ്രൊഫഷണൽ ഒരു ബിൽഡിംഗ്, എനിക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, MSP ബിൽഡേഴ്സ്. അപ്പൊ ഞാൻ ഈ ടാരിഫ് ഉണ്ടാക്കിയ സമയത്ത്, ഈ പോളിസി വന്ന സമയത്ത് പർച്ചേസ് ചെയ്തതിന്റെ ഒരു പർച്ചേസ് ഓർഡർ ആണിത്. അപ്പൊ ഇതിനകത്ത് റെഡ് ബോൾഡ് ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചറിയോ? ഫൈനൽ റേറ്റ് വിൽ ബി ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ദാറ്റ് സ്പെസിഫിക് ഡേയ്സ് ടാരിഫ്. വിച്ച് മീൻസ് ഞാൻ ഒരു 1 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് ഞാനിത് ഡെലിവറി എടുക്കാൻ നേരത്ത് അതിന് 20%, 50% ടാക്സ് ഉണ്ടെങ്കിൽ ആ 20%, 50% ടാക്സ് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആസ് എ പർച്ചേസർ എന്നുള്ള രീതിയിൽ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും ചാനലിൽ കയറി പലരും പല ഭാഗത്ത് പറയുമ്പോഴത്തേക്കും അത് പാർട്ടിസൺ ആവാറുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ട്രംപിന്റെ ഒരു ആരാധകനാണെങ്കിൽ ട്രംപ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയും. ട്രംപിന്റെ എതിര് ഓപ്പോസിറ്റ് ആണെങ്കിലും നമ്മൾ എപ്പോഴും അതിനെ എതിർത്ത് പറയുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോഴും ബാലൻസ് ആയിട്ട് എന്താണ് ഫാക്ട് എന്നതിനെ നോക്കിയാണ് നമ്മൾ വിശകലനം ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ട്രംപിന്റെ പോളിസികളെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി മീറ്റിംഗ് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന്റെ ആരാധകരെ കമന്റ് എഴുതി നമ്മൾ അഭിഷേകം ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഒരു മീഡിയയിൽ പ്രവർത്തിക്കുമ്പോൾ ഫാക്ട് പറയണം എന്നുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് ലിറ്ററലി സംഭവിക്കുന്ന. ഇതാണ് ഈ ഒരു പർച്ചേസുകൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടെ ചെയ്യുന്ന സമയങ്ങളിൽ ഈ ഒരു ടാരിഫിന്റെ ഇഷ്യൂ വന്നതിന് ശേഷം മിക്കവാറുമുള്ള പർച്ചേസ് ഓർഡറിനകത്ത് അവര് റെഡ് ബോൾഡ് ക്യാപിറ്റൽ ലെറ്ററിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പ്രൈസ് അൾട്ടിമേറ്റ്ലി ഡിസൈഡ് ചെയ്യും. അതായത് ഡിസ്ട്രിബ്യൂട്ടർ they don't want to take the liability of that tariff and the supplier അല്ലെങ്കിൽ എന്താ പറഞ്ഞത് മാനുഫാക്ചറിംഗ് കമ്പനി they don't want to take the responsibility of that. So അൾട്ടിമേറ്റ്ലി അത് പെർക്കുലേറ്റ് ഡൗൺ ചെയ്തിട്ട് ആരാണോ ഫൈനലി വാങ്ങുന്നത് അവരുടെ മേളിലേക്കാണ് വരുന്നത്. ശരി, എന്തായാലും അവിടുത്തെ ഡെമോക്രസിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയൊരു തിരുത്തൽ ട്രംപിന് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഈ താരിഫ് നയത്തിൽ അമേരിക്കൻ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം വലിയ ആശ്വാസകരമാണ്. കൂടുതൽ പ്രതികരണങ്ങളാണ് നമ്മൾ കാക്കുന്നത്. ഡിസ്ഗ്രേസ്ഫുൾ എന്ന ഒരു ഒറ്റവാക്കിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നതാണ് സജിമോൻ ആന്റണി പറഞ്ഞത്. കൂടുതൽ പ്രതികരണങ്ങൾ, ട്രംപിന്റെ നീക്കം എന്ത് എന്നതൊക്കെ വളരെ പ്രസക്തമാണ്.